ഇത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇതിൽ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ഈ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്നുള്ള ഈ ഗെയിമിൽ പെട്ടെന്നൊരു പ്രോ പ്ലെയർ ആവാമെന്നുള്ള വീഡിയോ ആണ്. അതും A to Z കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞ് ലേഖെടുക്കുന്നില്ല, നേരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേക്ക് പോവാം. അപ്പോൾ നേരെ സെറ്റിങ്സ് എടുത്തിട്ട് സേവ് പ്രോഗ്രസ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിലും പാസ്വേഡും കൊടുക്കണം. എന്നിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളതും കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനലായിരിക്കും മനസ്സ് തോന്നിയത് ഒരെണ്ണം അടിച്ചു കൊടുത്തതാണ്. ഇമെയിൽ അടിച്ചു കൊടുക്കുന്നതിൽ കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് ഇട്ട് കൊടുക്കുക. A few moments later. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ അക്കൗണ്ട് സെറ്റായി. അത് കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണം. പൈസക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഫ്രീ ആയി കിട്ടുന്ന എല്ലാ പൈസയും പറ്റാവുന്നതും എടുക്കാൻ നോക്കുക. അങ്ങനെ ലെവൽസൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിതിൽ ലെവൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കും. കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ വെച്ച് നമുക്കൊരു കാർ വാങ്ങണം. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ ലെവൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ തുടങ്ങുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീലോ ആരോയോ ഏതെങ്കിലുമൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കുക, നിങ്ങളെ കംഫോർട്ടിനനുസരിച്ചിട്ട്. അതിനുശേഷം അപ്പോൾ ഒരു കാറ് വാങ്ങണം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നത് ഈ നീല കാറാണ്. ഒരു നീല കാറ്. ഈ കാറാന്ന് വെച്ചാൽ ഫ്രീ ആയി കിട്ടുന്ന കാറുകളാട്ടോ വാങ്ങേണ്ടത്. അത് ആഡ്സ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഈ കാറ് വാങ്ങി. 2000 years later. ആ കാറ് വാങ്ങിയതിന് ശേഷം ഞാൻ മോഡിഫൈഡ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മോഡിഫൈഡ് വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. അതേപോലെ ഒരു പേരിടണം. ഞാൻ അപ്പോൾ പേര് കിട്ടായിട്ട് നേരെ മുകളിൽ അതൊരു കൺട്രോൾസിൽ ആരോന്ന്, അപ്പോൾ ആ പേരാണ് ഇട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് കളിക്കണം, അതും മൾട്ടിപ്ലെയർ ആയിട്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യ സെർവറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സെർവർ വേണമെച്ചാലും എടുക്കുക. ഇന്ത്യ സെർവർ കയറിയതിന് ശേഷം 1 eternity later. നമ്മൾ സെർവറിൽ ജോയിൻ ആയ അപ്പോൾ തന്നെ നമ്മൾ പോകേണ്ടത് സെയിൽസിക്കാണ്. അപ്പോൾ അവിടെ പോയാൽ കുറേ കാറുകളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, ഒന്ന് മെസ്സേജ് അയച്ചു കൊടുക്കുക. മലയാളി ഉണ്ടോയെന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചത്. അപ്പോൾ മലയാളികളുണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലയെന്നോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇതിൽ കാത്തിരുന്ന് നോക്കാം, വരുമോ നോക്കാം. അപ്പോൾ ഒരുത്തൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മലയാളി ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, വല്ല കാറ് തരുമോയെന്ന്. ഇങ്ങനെ കെഞ്ചണം, കാറ് തരുമോയെന്ന് ചോദിച്ച് കെഞ്ചണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. ഫസ്റ്റ് ട്രിക്ക് ഇതാണ്. അപ്പോൾ ഈ സെർവറിൽ നിന്ന് ചോദിച്ചു നോക്കുക. ചോദിച്ച് ആരെങ്കിലും തരാതെ ഇരിക്കൂല. അങ്ങനെ ഈ സെർവറിൽ നിന്നൊക്കെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ രണ്ടാമത്തെ സെർവറിൽ കയറി. അപ്പോൾ ഒരുത്തെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു എക്സ്ചേഞ്ച് തന്നു. അപ്പോൾ ഈ കാറ് അത്യാവശ്യം പ്രീമിയം കാറാണ്. ഗോൾഡ് 500 കോയിന് എത്രയാണ്. അപ്പോൾ ഈ കാർ ഞാൻ പോയി നോക്കുമ്പോൾ വലിയ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയത്, ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. അപ്പോൾ അത് ഞാൻ വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അൽബേനിയൻ സെർവർ കയറിയപ്പോൾ ഇപ്പോൾ ഒരുത്തൻ ഇങ്ങനെ കെഞ്ചിയപ്പോൾ ഒരുത്തേക്ക് ഒരു F1 കാർ വന്നു. F1 കാർ നമ്മൾ വേറെ സെർവറിൽ പോയിട്ട് വിൽക്കണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർവറിൽ കയറാം. ഞാൻ അറബിക് സെർവറിൽ പോയിട്ട് പുതിയ മാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ സെയിൽസിൽ പോയിട്ട് നമ്മൾ കാറ് പരമാവധി നല്ല ഹൈ എമൗണ്ടിൽ തന്നെ ഇട്ട് വിൽക്കാൻ നോക്കുക. അപ്പോൾ തന്നെ അത് അവിടെ ഒരു ഗ്ലിച്ച് കാറ് കിടക്കുന്നുണ്ട്. ഈ കാറ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഞാൻ നോക്കി, ഇതിൻ്റെ പേര് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് എല്ലാവരുടെ പേരും ഇങ്ങനെ ഒരുപോലെ ആയതുകൊണ്ട്
തിരയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പിന്നെ പേരെടുത്തിട്ട് എക്സ്ചേഞ്ച് ഓഫർ സെൻഡാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ കാർ 2 കോടിക്ക് ഇട്ട് നോക്കി. ആരെങ്കിലും വാങ്ങിയാലോ? ആരും വാങ്ങണ കാണാനില്ല. അപ്പോൾ മറ്റവൻ വന്ന് നോക്കുന്നുണ്ട്. സെറ്റ് ഓന് നമ്മളെ കാർ എക്സ്ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഗ്ലിച്ച് കാർ കിട്ടി. ആ സാധനം എത്രയ്ക്ക് വിറ്റാലും ആൾക്കാർ വാങ്ങാണ്ട്. അപ്പോൾ ഇതേ സാധനം നമുക്ക് വേറെ ഏതെങ്കിലും സർവറിൽ പോയിട്ട് വെക്കണം. അപ്പം ഒന്നും നോക്കണ്ട, ബാക്ക് അടിക്കുക. പുതിയ കാർ കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് കാറ്. സീൻ സാധനമാണ്, ഗ്ലിച്ച് കാറല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സർവർ കേട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സോൾഡായിട്ട് കുറച്ച് പൈസ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സർവർ എടുത്തിട്ടുണ്ട്. ഇത് ഏതാ സർവർ പോലും ഓർമ്മയില്ല. അപ്പോൾ ഈ സർവറിൽ പോയിട്ട് ഇതിലും പോയിട്ട് ഇത് സെയിലാക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു 2 കോടിക്കാണ് ഇടുന്നത്. ആരെങ്കിലും വാങ്ങിയാലോ? ഒരുത്തൻ വാങ്ങി, ഒരു റിച്ച് വാങ്ങി. മറ്റേ F1 കാറാന്ന് വെച്ചാൽ ഈ 2 കോടിക്ക് വെച്ചാൽ അപ്പോൾ ആരും വാങ്ങിയില്ല. ഈ ഗ്ലിച്ച് കാറായതുകൊണ്ട് പെട്ടെന്ന് വാങ്ങി. നമുക്ക് ഈ പൈസ ഇട്ട് കുറച്ച് കാറുകൾ വാങ്ങണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങുന്നത് സുപ്രയാണ്. ഇത് ഒരു കിടുക്കം പോലത്തെ മോഡിഫൈഡ് ചെയ്തിട്ട് വരാനുണ്ട്. അതേപോലെ രണ്ടാമത് ഏത് കാറപ്പോൾ വാങ്ങുക വെച്ച് തിരഞ്ഞപ്പോൾ ഈ കാറ് കിട്ടി. ഈ കാറ് വാങ്ങി. അപ്പോൾ ഈ കാറിൻ്റെ പേരറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ ഒരു ബെൻസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെൻസാണിത്. ഈ സാധനം മോഡിഫൈഡ് ചെയ്ത് ഇറക്കാണ്ട്. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ഹൈ ലെവൽ റിച്ച് ആയി. അപ്പോൾ ഇതൊക്കെ മോഡിഫൈഡ് ചെയ്യുന്ന വീഡിയോ അടുത്ത പാർട്ടിൽ വെക്കാം. ഇത് കുറച്ച് ലെങ്ത്തായി. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം.